ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന പ്ലേറ്റാണിത്. ആകെ മൊത്തം ചളുങ്ങിയിരിക്കുകയാണ്. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പമ്പരം കറക്കുന്നത് പോലെ കറക്കാൻ കഴിയും. അതെന്താണ് കാരണമെന്നുള്ളത് പറഞ്ഞുതരാം. കൊല്ലം തേവലക്കരയ്ക്കും മൈനാഗപ്പള്ളിക്കും ഇടയിലൂടെ കടന്നു പോകുന്ന ശാസ്താംകോട്ട ചവറ പൈപ്പ് ലൈൻ റോഡുണ്ട്. ആ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വയലോരം പൊറോട്ടക്കട യുവാക്കൾക്കിടയിൽ വളരെയേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വയലോരം പൊറോട്ടക്കട എന്ന് പേര് വരാൻ കാരണം തന്നെ ഇത് അത്രമാത്രം നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വയലുകളൊക്കെ ഉണ്ട്. വയലും അതുപോലെ തന്നെ കൈത്തോട്, തെങ്ങിൻ തോപ്പ്, പിന്നെ ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. ചെറിയ കനാലിൻ്റെ അതിനോട് ചേർന്നാണ് ഈ ഹോട്ടൽ നിലനിൽക്കുന്നത്. എന്തായാലും ശരിക്കും ഒരു ഗ്രാമീണ ആംബിയൻസ് ആണ് ഇതിൻ്റെ ഈ തട്ടുകടയെ കൂടുതൽ ആകർഷണമാക്കുന്നത്. നമ്മളവിടെ നിൽക്കുമ്പോൾ ചൂണ്ടക്കാരുണ്ടായിരുന്നു. അവരുടെ ചൂണ്ടയിൽ ഒരു വലിയ ബ്രാല് കുടുങ്ങി. അപ്പോൾ അതിനെ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ എടുത്തതാണ്. അപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് എടുക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അതിൻ്റെ പുറത്ത് ഈ വഴുക്കലുള്ളത് കാരണം നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ കഴിയത്തില്ല. കാരണം ചാമ്പലൊക്കെ കയ്യിൽ തേച്ചിട്ടാണ്, ഇതിൻ്റെ പുറത്ത് തേച്ചിട്ടാണ് ഇത് കണ്ടിക്കാനൊക്കെ എടുക്കുന്നത്. അങ്ങനെ വളരെ പാടുപെട്ട് എന്തായാലും കൈകൊണ്ടൊന്ന് പൊക്കിയെടുത്ത് വളരെ നല്ല ഒരു രസമുള്ള ഇതായിരുന്നു. കാര്യം ഇപ്പോൾ നമുക്ക് വയലുകളൊന്നും കാണാനില്ല. ഇത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണിതിപ്പോൾ. ഗ്രാമപ്രദേശത്തുള്ള ഒരു ചെറിയ തട്ടുകടയായത് കാരണം അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. വളരെ ചെറിയൊരു ഷെഡ് പോലുള്ള ഒരു സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ആംബിയൻസും അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ടാണ് ഈ യുവാക്കൾക്കിടയിൽ വളരെയേറെ ട്രെൻഡിങ് ആയി ഈ തട്ടുകട മാറിയത്. ഇവിടെ ഈ ആൾക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പോത്തിൻകാൽ കറിയുണ്ട്. പോത്തിൻ്റെ കാല് ഇട്ടുള്ള കറിയാണ് ഇതിൻ്റെ ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മെനു എന്ന് പറയുന്നത്. അപ്പോൾ അതും പൊറോട്ടയും കഴിക്കാനാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത്. അത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈയും പൊറോട്ടയും ഉണ്ട്. അതുപോലെ പൊറോട്ട അല്ലെന്നുണ്ടെങ്കിൽ കയ്യൊറട്ടിയുണ്ട്. അത് രാവിലെ ഉള്ളൂ, കയ്യൊറട്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. റേറ്റൊക്കെ വളരെ കുറവാണ്. പോത്തുകാൽ കറിക്ക് 60 രൂപയോ മറ്റോ കണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ വില എനിക്ക് മറന്നുപോയി. അപ്പോൾ അത്രയും റേറ്റേ ഉള്ളൂ. പിന്നെ അതുപോലെ ബീഫ് ഫ്രൈ ഒക്കെ വളരെ നോർമൽ റേറ്റുകളേ ഉള്ളൂ. തട്ടുകട നാട്ടിൻപുറത്തെ കടയായത് കാരണം വലിയ ചാർജൊന്നും ഇല്ല, ചാർജൊക്കെ കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്ലേറ്റ് ഇങ്ങനെ ചളങ്ങി പോകാനുള്ള പ്രധാന കാരണം ഈ പോത്തുംകാലിൻ്റെ അകത്തിരിക്കുന്ന മജ്ജ എടുക്കാൻ വേണ്ടി വരുന്നവരെല്ലാം ഈ പോത്തുംകാലെടുത്ത് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ കുത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചാണ് ഈ പ്ലേറ്റിൻ്റെ അടിഭാഗം മൊത്തം ചളങ്ങിപ്പോയത്. അതിപ്പോൾ ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് പ്ലേറ്റാക്കി തന്നെ മാറിയിരിക്കുകയാണത്. ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞില്ല, ബാക്കി എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ കട പ്രവർത്തിക്കുന്നുണ്ട്. ഞായറാഴ്ച ഉച്ച വരെ ഉള്ളൂ. നാട്ടിൻപുറത്തെ കടയും അതുപോലെ തന്നെ കുഞ്ഞു കടയെ കാരണം ഫാൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് പുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്പം ചൂടൊക്കെ സഹിച്ചിരുന്ന് വേണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നിട്ട് കാര്യമുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊന്നും കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി തന്നെ വന്നാൽ തന്നെ ഒരു നല്ല രസമുള്ള ഒരു സ്പോട്ടാണ്. ഒരു ചായയൊക്കെ വാങ്ങിച്ച് ഇവിടെ തൊട്ടടുത്തൊരു കലം അതിൻ്റെ മേളിൽ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ തന്നെ ഒരു നല്ല രസമുള്ള ഒരു സ്പോട്ടാണ്. ഗൂഗിൾ മാപ്പിൽ കൊല്ലം തേവലക്കര വയലോരം പൊറോട്ടക്കട എന്ന് സെർച്ച് ചെയ്താൽ ആ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് പോകാം.